കാലിക്കറ്റ് സ്റ്റഡി ട്യൂബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംശയമാണ്, ഒരു സെമസ്റ്ററിൽ എത്ര സപ്ലിമെൻ്ററി എക്സാം എഴുതാൻ കഴിയും, എത്ര ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ കഴിയും എന്നുള്ളത്. ഇപ്പോൾ ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് 5 സബ്ജക്റ്റാണ് ഉള്ളതെങ്കിൽ 5 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് സപ്ലി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 5 സബ്ജക്റ്റും സപ്ലിമെൻ്ററി എക്സാമായി എഴുതാൻ കഴിയും. അത് നിങ്ങൾ അടുത്ത ജൂനിയർ ബാച്ചിൻ്റെയോടൊപ്പമാണ് സപ്ലിമെൻ്ററി എക്സാം എഴുതാൻ കഴിയുക. ഇനി അടുത്ത വരുന്ന ജൂനിയർ ബാച്ചിൻ്റെയോടൊപ്പം നിങ്ങൾക്ക് സപ്ലിമെൻ്ററി എക്സാം എഴുതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ വരുന്ന ബാച്ചിനോടൊപ്പം സപ്ലിമെൻ്ററി എക്സാം എഴുതാൻ കഴിയും. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു സെമസ്റ്ററിൽ 2 സബ്ജക്റ്റ് മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ കഴിയുകയുള്ളൂ. അത് അടുത്ത വരുന്ന ജൂനിയർ ബാച്ചിനോടൊപ്പമാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ കഴിയുക. ഇൻ കേസ് ആ ബാച്ചിനോടൊപ്പം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ വരുന്ന ബാച്ചിനോടൊപ്പം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ കഴിയില്ല. ഇതാണ് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും തമ്മിലുള്ള വ്യത്യാസം. ഒരു സെമസ്റ്ററിൽ 5 വിഷയങ്ങളുണ്ടെങ്കിൽ ആ 5 വിഷയവും നിങ്ങൾക്ക് സപ്ലിമെൻ്ററിയായി എഴുതാൻ കഴിയും. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ ഒരു സെമസ്റ്ററിൽ 2 സബ്ജക്റ്റ് മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമായി എഴുതാൻ കഴിയുകയുള്ളൂ.